ഒപ്പോസിഷൻ പാർട്ടി എന്ന് പറയുമല്ലോ. ഇപ്പൊ എന്ന് വെച്ചാൽ എലക്ടഡ് പാർട്ടീസും ഒപ്പോസിഷൻ പാർട്ടീസും എന്നാണല്ലോ പറയണത്. ഈ എലക്ടഡ് പാർട്ടീസ് എന്ന് പറയുന്നത് ഈ എക്സാമിനേഷൻ എഴുതി ആ ഗവേണിംഗ് ബോഡിയും, ഒപ്പോസിറ്റ് പാർട്ടി എന്ന് പറയുന്നത് നമ്മൾ എലക്ട് ചെയ്ത് വെച്ചിരുന്ന ആളുകളും മാത്രം. റൈറ്റ് ടു വോട്ട് ഉപയോഗിക്കേണ്ടത് ഒപ്പോസിഷൻ പാർട്ടീസിനെ എലക്ട് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് റൈറ്റ് ടു വോട്ട് ഉപയോഗിക്കുക. ഗവേണിംഗ് ബോഡീസിന് എക്സാമിനേഷൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള, അതിന് പ്രാപ്തിയായിട്ടുള്ളവർ മാത്രം ഗവേണിംഗ് ബോഡിയിൽ ഇരിക്കുക. അപ്പോഴത്തേക്കും ഇവരെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് എന്തെങ്കിലും കറപ്ഷൻസും കാര്യങ്ങളും ചെയ്യണമെങ്കിൽ ഇവർ ഈ പാർലമെന്റ് മീറ്റിംഗ് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് മീറ്റിംഗിൽ വരുമ്പോഴത്തേക്കും ഇവരത് എടുത്തിട്ടിട്ട് ചോദ്യം ചെയ്യണം. നമ്മൾ എലക്ട് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള സാലറിയും കൊടുക്കുക, ഫെസിലിറ്റിയും എമ്യൂണിറ്റീസും കൊടുക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു വലിയൊരു രീതിയിൽ നമുക്ക് കറപ്ഷൻ ഒഴിവാക്കാൻ പറ്റും. പൊളിറ്റിക്കൽ എന്താ പറയാ, ആ ഒരു ഫിൽത്തി സ്ട്രാറ്റജീസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കാനും പറ്റും.